വെൽക്കം ടു സെക്കൻഡ് ഡ്രൈവ് കേരള. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ടാറ്റയുടെ ടിയാഗോ. ഡീസൽ എഞ്ചിനായ ഈ വാഹനത്തിൻ്റെ വേരിയൻ്റ് വരുന്നത് XZ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാകെ ഓടിയിരിക്കുന്നത് 59,000 കിലോമീറ്റർ. ഇപ്പോഴും കമ്പനി സർവീസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെരുമ്പാവൂർ രജിസ്ട്രേഷനിലാണുള്ളത്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഈ വാഹനത്തിൻ്റേത്. ഇൻഷുറൻസ് വാലിഡിറ്റി വരുന്നത് 2021 സെപ്റ്റംബർ വരെയും. ഇൻഷുറൻസ് IDV 5,25,000 രൂപ. ടയർ കണ്ടീഷനിലേക്ക് നോക്കുമ്പോൾ 4 പുതിയ ടയറുകൾ തന്നെയാണ്. കൂടാതെ ഈ വേരിയൻറ്റിൽ കമ്പനി അലോയ് വീൽസും വരുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ബോഡി ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ടാറ്റയുടെ പഴയ മോഡലുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഈ വേരിയൻറ്റ് ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിലും ടോപ്പ് സേഫസ്റ്റ് വാഹനങ്ങളിൽ ഒന്നാണ്. പിയാനോ ബ്ലാക്ക് പെയിൻറ്റിൽ താഴെ ഒരു ക്രോം ലൈനും കൊടുത്താണ് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രിൽസ് വന്നിരിക്കുന്നത്. താഴെ ഫോഗ്രാംസിന് ചുറ്റും ചെറിയ രീതിയിലൊരു ക്രോം ബോർഡർ വന്നിട്ടുണ്ട്. ഈ വേരിയൻറ്റിൽ സൈഡ് മിററുകളിൽ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. പേൾ വൈറ്റ് കളറിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് വന്നിരിക്കുന്നത് സെയിം ബോഡി കളർ തന്നെയാണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ വൈപ്പറും ചെറിയ രീതിയിൽ ഒരു ഇൻബിൽറ്റ് ലിപ് സ്പോയിലറും വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 90-95% പറയാം. സ്പെക്കിലേക്ക് വരുമ്പോൾ പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, AC, സെൻട്രൽ ലോക്കുമാണ് ഈ വാഹനത്തിൽ വരുന്നത്. കൂടാതെ 2 എയർ ബാഗും ABSഉം വരുന്നുണ്ട്. സീറ്റുകൾ കമ്പനി ഫാബ്രിക് സീറ്റുകൾ തന്നെയാണ്. എല്ലാ ഡോർ പാഡുകളിലും ഡാഷ്ബോർഡിലും സ്ക്രാച്ചോ അഴുക്കോ ഒന്നും തന്നെയില്ല. ഡോർ പാഡുകളിൽ തന്നെയാണ് സ്പീക്കേഴ്സും വന്നിരിക്കുന്നത്. അകത്തെ ഡോർ ഹാൻഡിൽസും ഒരു ക്രോം ഫിനിഷിൽ തന്നെയാണ്. പിയാനോ ബ്ലാക്കിൽ ക്രോം ഇൻസേർട്ടായിട്ടാണ് ഇതിൻ്റെ AC വെൻസും വന്നിരിക്കുന്നത്. കൂടാതെ ഈ വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷതകളിൽ ഒന്നാണ് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം. ബ്ലൂടൂത്ത് എനേബിൾ ആയിട്ടുള്ള കമ്പനി സ്റ്റീരിയോസാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഹർമാൻ ഓഡിയോസിൻ്റെ സ്പീക്കേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ വാഹനത്തിൽ 2 ഡ്രൈവിംഗ് മോഡ്സും വരുന്നുണ്ട്, എക്കോയും സിറ്റിയും. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ഒരു ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. കൂടാതെ സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ കമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. 2 സ്പീക്കേഴ്സ് ഡോർ പാഡിൽ കാണാം. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. റിയർ AC വെൻസ് ഈ വാഹനത്തിൽ വരുന്നില്ല. ബൂട്ട് സ്പേസ് വരുന്നത് 242 ലിറ്ററാണ്. സ്റ്റെപ്പിനി കണ്ടീഷൻ ആവറേജ് ആണ്. ഏകദേശം 65-70% ഉള്ളത്. 1047 cc 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. മാക്സിമം പവർ വരുന്നത് 70 bhp മാക്സിമം ടോർക്ക് വരുന്നത് 140 Nm. ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 35 ലിറ്റർ. 2 രീതിയിലുള്ള ഡ്രൈവിംഗ് മോഡ്സ് ഉള്ളതിനാൽ 2 രീതിയിൽ തന്നെയാണ് ഇതിൽ മൈലേജ് വരുന്നത്. സിറ്റി മോഡിൽ ഏകദേശം 17 മുതൽ 20 വരെയും, എക്കോ മോഡിൽ 18 മുതൽ 25 വരെയുമാണ്. ബാറ്ററി കണ്ടീഷനിലേക്ക് വരുമ്പോൾ കമ്പനി ബാറ്ററിയിൽ തന്നെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ടയർ ഭാഗത്തിലേക്ക് വരുമ്പോൾ
നാലും പുതിയ ടയറുകൾ തന്നെയാണ്. 100%ഓളം ഉണ്ട് നാലും. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 4,85,000 രൂപ. പ്രൈസ് നെഗോഷ്യബിളുമാണ്. ഈ വാഹനത്തിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും സംസാരിക്കുവാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാറുകൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.